നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയെ സംബന്ധിച്ചും സെൻസെക്സിനെ സംബന്ധിച്ചും ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. നിഫ്റ്റി 24,773 32 പോയിന്റ് പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്തു. സെൻസെക്സ് 80,787 ക്ലോസ് ചെയ്ത് 76 പോയിന്റിന്റെ നേട്ടമാണ് ഉണ്ടായത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വില 1% പ്ലസിൽ ക്ലോസ് ചെയ്തു. ഓട്ടോ സെക്ടറാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത്. 3% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ ഒക്കെ അപ്പായിരുന്നു. അതുപോലെ IT ഇന്ന് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഒരവസരത്തിൽ 24,885 വരെ നിഫ്റ്റി സ്പോട്ട് പോയിരുന്നു. ക്ലോസ് ചെയ്തത് 100ഓളം പോയിന്റ് മൈനസ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി ട്രംപും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഒരു മഞ്ഞുരുകുന്നു എന്നുള്ളൊരു സൂചന മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിരുന്നു. ട്രംപ് മോഡിയെ പറ്റി പറഞ്ഞത്, മോഡി റീട്വീറ്റ് ചെയ്തതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. അതുകൂടാതെ ജപ്പാന്റെ GDP ഡാറ്റ വന്ന് വളരെയധികം പോസിറ്റീവായിരുന്നു. ജപ്പാൻ മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും ഒക്കെ പോസിറ്റീവായിരുന്നു. ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്കും വന്നിരുന്നു. GSTയുടെ ആ ഒരു ഒപ്റ്റിമിസം ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ പോലും ഈ സെപ്റ്റംബർ 22 കഴിഞ്ഞിട്ടാണ് അത് നടപ്പിലാകുക. അപ്പോൾ ആ സമയം വരെ ഓട്ടോയിലും മറ്റുമുള്ള സെയിൽസ് ആൾക്കാർ നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഉത്സവ സീസണിൽ ഈ കുറവ് പരിഹരിക്കാനാവുമോ എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൂടാതെ തന്നെ അമേരിക്കയിലെ തൊഴിൽ ഡേറ്റ വന്നിരുന്നു, ജോബ് ഡേറ്റ വന്നിരുന്നു. അത് വളരെ മോശമായിട്ടാണ് വന്നത്. 75,000 ഒക്കെ പുതിയ ജോലി ആഗസ്റ്റിൽ പ്രതീക്ഷിച്ചത് വെറും 22,000 മാത്രമാണ് വന്നത്. അത് ഒരുപക്ഷെ ഫെഡിന്റെ അടുത്ത മീറ്റിംഗിൽ റേറ്റ് കട്ടിനുള്ളൊരു ഹോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. ഓട്ടോ സ്റ്റോക്കും ഇന്ന് ഈ GST റേറ്റ് കട്ടിന്റെ പേരിൽ അപ്പായിരുന്നു. IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം IT മേഖലയിലേക്ക് വീണ്ടും ഒരു താരിഫ് ചുമത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള സൂചന വരുന്നുണ്ട്. ഇതേ തുടർന്ന് IT സെക്ടർ കഴിഞ്ഞ ദിവസവും മൈനസ് ആയിരുന്നു, ഇന്നും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി അതുകൂടാതെ തന്നെ ജപ്പാന്റെ GDP മുൻപ് സൂചിപ്പിച്ചിരുന്നു പോസിറ്റീവായിട്ടാണ് വന്നത്. അതുപോലെ ജർമ്മൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉയർന്നതായിട്ടാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എക്സ്പോർട്ട് താഴ്ന്നിട്ടുണ്ട്. ചൈനയിലെ എക്സ്പോർട്ട് ഡേറ്റ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ താരിഫ് റിലേറ്റഡ് അൺസർട്ടനിറ്റി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. അമേരിക്കൻ ഫ്യൂച്ചേഴ്സും ഇപ്പോൾ പോസിറ്റീവിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.